CP ജോൺ, നോക്കൂ, ഇതിനകത്ത് പ്രധാനമായിട്ട് ഒരുപക്ഷെ ഒരു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് സാധ്യതയുള്ളത് KSIDCയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അതല്ല എങ്കിൽ പിന്നെ ഒരു ഡോക്യുമെൻ്റ് ഹാജരാക്കാനായിട്ടില്ല എന്ന കാരണത്താൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ് സാധ്യമാവുക എന്നാണ് ഇപ്പോൾ തൈക്കണ്ടിയിൽ വീണയ്ക്ക് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് KSIDCയുടെ ഇൻവോൾവ്മെൻറ്റ് പ്രധാനപ്പെട്ടതാവുന്നത്. നാളെ വിധിന്യായത്തിൽ അത് അറിയാൻ കഴിയൂ എന്നുള്ളതാണ്. നോക്കൂ, ഒരു 1.72 ക്രോറിൻ്റെ നോക്കൂ, ഇത് നേരത്തെ സഹാറ ഒക്കെ അന്വേഷിച്ചാണ്. സഹാറയിൽ എങ്ങനെയാണ് നൂറുകണക്കിന് കോടി രൂപ, അതും ഒട്ടേറെ നിക്ഷേപകരെ ബാധിക്കുന്ന വിഷയം. അത്തരമൊരു കേസാണ് ഈ ഒരു 1.72 ഒരു നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് ഉള്ള ഒരു വിഷയത്തിൽ ഇപ്പോൾ SFI അന്വേഷണം നടക്കുന്നത്. അപ്പോൾ ഇക്കാര്യത്തിലൊരു മേൽക്കോടതിയുടെ സാധ്യത സ്വാഭാവികമായും എക്സാലോജിക്ക് അന്വേഷിക്കുമായിരിക്കും. ആ നിലയിൽ ഒരു മേൽക്കോടതിയിലൊക്കെ പോകുന്ന ഒരു കേസിൽ ഇവിടെ ഒരു അന്തിമ തീർപ്പായി എന്ന് കരുതാമോ CP ജോൺ? ഞാൻ ഒന്നാമതായിട്ടൊരു കാര്യം ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് പറയുകയാണ്. എൻ്റെ ചിരകാല സുഹൃത്ത് അനിൽകുമാറിൻ്റെ ഒരു ചർച്ചാ രീതിയിലേക്കാണെങ്കിൽ അദ്ദേഹവുമായിട്ട് നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. എൻ്റെ സ്നേഹിതനാണ്. എന്നെ ഈ ചർച്ചയിൽ നിന്ന് ദയവായിട്ട് ഒഴിവാക്കാവുന്നതുമാണ്. എന്നെ നിങ്ങളുടെ ചാനലിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾ വിളിച്ചത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ആ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ ചർച്ചയ്ക്ക് ഇന്നുള്ളൂ. വേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ വേറെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഈ ചർച്ച ആ വിഷയത്തിലാണെങ്കിൽ മാത്രം എൻ്റെ ലൈൻ തുടരുക, അല്ലെങ്കിൽ എൻ്റെ ലൈൻ കട്ട് ചെയ്യാവുന്നതാണ്. കണക്കൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ വിഷയത്തിൽ മാത്രമേ ഇന്ന് ചർച്ച ചെയ്യുന്നുള്ളൂ. അത് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്താണ് വീണ വിജയൻ്റെ പ്രശ്നം? വീണ വിജയൻ്റെ കമ്പനി അത് KSIDCക്ക് ഓഹരിയുള്ള എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിന് ഓഹരിയുള്ള ഒരു കമ്പനിയുമായി കരാറിലേർപ്പെട്ടു. ഒരു കമ്പനി മറ്റൊരു കമ്പനി എന്നൊക്കെ പറഞ്ഞ് ലാഘവപ്പെടുത്തണ്ട. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് വേണ്ടത്ര അല്ലെങ്കിൽ പറയത്തക്ക ഒരു സേവനവും ചെയ്യാതെ തന്നെ 1.25 കോടി രൂപ വാങ്ങി. ഇതാണ് കേസ്. ഈ കേസ് ലോകത്തെവിടെയും അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ചും കറപ്ഷൻ ഹൈ പ്ലേസസ്, പണ്ട് CPMൻ്റെ ഡോക്യുമെൻറ്റുകളിൽ വളരെ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഹെഡ് കോൺസ്റ്റബിൾ 50 റുപ്യ വാങ്ങി, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ 100 റുപ്യ വാങ്ങി, അല്ലെങ്കിൽ ഒരു പ്യൂൺ 25 രൂപ വാങ്ങി. അതൊക്കെ നല്ലതാണെന്നല്ല. കറപ്ഷൻ ഇൻ ഹൈ പ്ലേസസ്, അതാണ് എപ്പോഴും CPM ഡോക്യുമെൻറ്റുകളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡോക്യുമെൻറ്റുകളിലും എടുത്തു പറയുന്നൊരു കാര്യം. അതായത് അധികാരത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ള ആളുകൾ അധികാരത്തിലിരിക്കുന്ന അധികാരത്തിൻ്റെ ഭാഗമായ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് നയപരവും ഭരണപരവുമായ ഇടപാടുകളിലൂടെ പണം വലിയ തോതിൽ സമ്പാദിക്കുക. ഇതിനെയാണ് കറപ്ഷൻ ഇൻ ഹൈ പ്ലേസസ് എന്ന് പറയുന്നത്. ഈ വിഷയം ലക്ഷണമൊത്ത കറപ്ഷൻ ഇൻ ഹൈ പ്ലേസസ് ആണ്. ഒന്ന്, എന്താണ് അതിലെ കറപ്ഷൻ? ഇതിലെ കറപ്ഷന് ലോകത്തെവിടെയുമുള്ള ഏജൻസികൾ പറയുന്നൊരു കാര്യമാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ താൽപ്പര്യ സംഘർഷമെന്നേ വരുള്ളൂ. അതല്ല അതിൻ്റെ സാങ്കേതികമായ അർത്ഥം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് നിന്ന് മറ്റ് ആനുകൂല്യങ്ങൾ വാങ്ങുകയാണ്. ഇവിടെ എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ, സ്വാധീനങ്ങൾ? ഒന്ന്, വീണ വിജയൻ്റെ പിതാവ് മുഖ്യമന്ത്രിയാണ്. അവരുടെ ഭർത്താവ് പിന്നീട് മന്ത്രിയായത് ഈ കേസിൽ നടക്കുന്ന സമയത്തല്ല എന്ന് പറയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ 2 തരത്തിലുമാണ്. അപ്പോൾ അത്തരത്തിൽ എനിക്കോ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ നയപരവും ഭരണപരവുമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് വളരെ ലാഘവമായി പണം എടുക്കുക, അഡ്വൈസറാണെന്ന് പറയുക, കൺസൾട്ടൻ്റ് ആണെന്ന് പറയുക, ഇത്തരത്തിൽ പണം സൈഫോൺ ചെയ്ത് കൊണ്ടുപോകുന്ന പ്രക്രിയയ്ക്കാണ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 കാര്യങ്ങൾ കൊണ്ട്, ഒന്ന് കറപ്ഷൻ ഹൈ പ്ലേസസ്, 2 കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ 2 അർത്ഥത്തിലും ലക്ഷണമൊത്ത ക്രമക്കേടും അഴിമതിയുമാണ് എക്സാലോജിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിന് ആദ്യമേ തന്നെ അവർക്കൊരു കാര്യം ചെയ്യാമായിരുന്നു.
ഞാനത് പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു ചാനൽ ഈ വിഷയങ്ങളൊക്കെ വന്ന സമയത്ത് എന്നോട് ചോദിച്ചപ്പോൾ അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാം. ഇതൊരു സിവിൽ ഒഫൻസാണ് എന്നുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുത്താൽ അതിൻ്റെ ഫൈനേ പിന്നെ അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അതിന് പകരം എന്താ ചെയ്തത്? അതിന് പകരം സ്റ്റേറ്റിൻ്റെ ഏജൻസികളെ തന്നെ ഈ വിഷയത്തിലേക്ക് വലിച്ചഴിച്ചു. KSIDCക്ക് വേണ്ടി വക്കീലുമാർ ഹാജരായി. അവർക്കൊക്കെ വലിയ തുകകൾ കൊടുത്തു. തുക ഒരു വിഷയമല്ല, 1 രൂപയാണെങ്കിലും 1 ലക്ഷം രൂപയാണെങ്കിലും അത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ ആ തരത്തിൽ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള നിരവധി തടസ്സങ്ങൾ സൃഷ്ടിച്ചു. പക്ഷേ ഇന്നെന്താണ് ഉണ്ടായത്? എന്തിനാ അവർ കർണാടക ഹൈക്കോടതിയിൽ കേസ് കൊടുത്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് അവരുടെ അഡ്വൈസർമാരോട് ചോദിക്കേണ്ടതാണ്. ഇന്ന് കർണാടക ഹൈക്കോടതി കൊടുത്ത കേസ് തള്ളിപ്പോയി. ഈ കേസ് തള്ളിപ്പോയതോടുകൂടി വീണ മാത്രമല്ല, വീണയുടെ പിതാവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയൻ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. നോക്കൂ ശ്രീ CP ജോൺ, അത്രയും പറഞ്ഞതുകൊണ്ട് ഞാനൊരു അടുത്ത ചോദ്യം താങ്കൾക്ക് നേരെ നീട്ടുന്നു. ഒന്ന്, ഇപ്പോൾ ശരിയാണ്. അല്ല, ഞാൻ പറഞ്ഞല്ല. അതുകൊണ്ട് ഒരു മിനിറ്റ് പിണറായി വിജയൻ രാജിവെക്കണം. പിണറായി വിജയൻ രാജിവെക്കണം. ഇതാണ് വാട്ടർ ഗേറ്റ് പോലുള്ള സംഭവങ്ങളിൽ, അതുപോലെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം ലോകത്ത് എവിടെയും നടന്നിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഇത് കമ്പനി ആക്ട് പ്രകാരം നടന്നിട്ടുള്ള, കമ്പനി ആക്ടുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കേരളത്തിലെ അപൂർവം അഴിമതി ആരോപണങ്ങളിലൊന്നാണ്. അതുകൊണ്ട് CPIM ചെയ്യേണ്ടത് ഈ മുഖ്യമന്ത്രിയെ മാറ്റി മറ്റൊരു മുഖ്യമന്ത്രിയെ അവിടെ വെച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവാണ് വേണ്ടത്. ഓക്കെ, പിണറായി വിജയൻ രാജിവെക്കണം, അതാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചതും ശ്രീ CP ജോൺ. അതായത് നോക്കൂ, ഇത് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തൽക്കാലം മരവിപ്പിക്കണം. കാരണം 210 പ്രകാരമുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്മേൽ ഞങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റും ഫർണിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ആവശ്യപ്പെടുന്ന ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നാണ് തൈക്കണ്ടിയിൽ വീണ കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത്. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ 212 പ്രകാരമുള്ള UAPAക്ക് സമാനമായിട്ടുള്ള ഒരു അന്വേഷണം അനിവാര്യമല്ല എന്നുള്ളതാണ് അവരുടെ വാദം എന്ന് പറയുന്നത്. അതാണ് ഇന്നിപ്പോൾ ഒറ്റവരി വിധിന്യായത്തിലൂടെ ഹർജി തള്ളുന്നതായി കർണാടക ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഏതെങ്കിലും അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ടോ, റൈഡറുണ്ടോ എന്നുള്ളതൊക്കെ തന്നെയും നാളെ വിധിന്യായം അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ നേരത്തെ ഇതേ വിഷയം തന്നെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലെത്തിയിരുന്നു. ആ വിജിലൻസ് കോടതി ഈ കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. അതിന്മേൽ കേരള ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷൻ വന്നിരുന്നു. ആ റിവിഷൻ പെറ്റീഷൻ പരിഗണിച്ചിരുന്നത് ജസ്റ്റിസ് നഗരേഷാണ്. ജസ്റ്റിസ് നഗരേഷ് പറഞ്ഞത് ഇതിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരമുള്ള പ്രഥമ ദൃഷ്ട്യാ കുറ്റം ചെയ്തതായി ഒരു തെളിവുമില്ല. അത് തെളിവ് നൽകിയാൽ മാത്രമേ ഈ കേസ് മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ കേരള ഹൈക്കോടതി ജസ്റ്റിസ് നഗരേഷ് കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ള ഒരു വിഷയത്തിലാണ് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ തൈക്കണ്ടിയിൽ വീണ പോകുമ്പോൾ ആ അന്വേഷണം തടസ്സപ്പെടുത്തേണ്ടതില്ല എന്ന് മാത്രം പറയുന്നു. അപ്പോൾ അഴിമതി നടന്നതായി ഒരു കോടതിക്ക് നേരത്തെ കണ്ടെത്താനായിട്ടില്ല. പക്ഷേ ഈ കോടതി അന്വേഷണം പൊയ്ക്കോട്ടെ എന്ന നിലപാട് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അവിടെയാണ് താങ്കൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രി എക്സ്പോസ്ഡായി. മുഖ്യമന്ത്രി നടത്തിയ എല്ലാ തടസ്സവാദങ്ങളും ദുർബലമായി. മൂവാറ്റുപുഴ കോടതി കേസ് കൊടുത്തു, പിന്നെ ആൾ മരിച്ചു, അതൊക്കെ വേറെ വിഷയമാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണില്ല. വിജിലൻസ് ആക്ട് പ്രകാരം ഇതിന് ബാധകമാണോ അല്ലയോ എന്നുള്ള പ്രശ്നം ഇപ്പോൾ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നില്ല. പക്ഷേ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അതിൻ്റെ അടിസ്ഥാനത്തിലും ഇപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷനും നടത്തുന്ന അന്വേഷണങ്ങൾക്ക് പ്രസക്തിയുണ്ടെന്നും അത് തുടർന്നു കൊള്ളാൻ അനുവദിക്കണമെന്നും ആരാ പറഞ്ഞത്? ഇവർ പോയ കേസിനെതിരായിട്ടുള്ള വിധിയായിട്ടാണ് വന്നിട്ടുള്ളത്. അല്ലാതെ കേന്ദ്ര ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോ അല്ല. അപ്പോൾ ഇവർക്ക് ഈ അന്വേഷണം നടക്കുന്നതിൽ അസൗകര്യമുണ്ട് എന്ന് അവർ തന്നെ കോടതി പറഞ്ഞു. നമ്മളാരും പറഞ്ഞതല്ല, വേറെ ആരും പോയ കേസല്ല. അതുകൊണ്ട് ഇന്ന് പിണറായി വിജയൻ ഇന്ന് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എക്സ്പോസ്ഡാണ്. തൻ്റെ മകൾ 1,75,00,000 രൂപ വാങ്ങിയിട്ടുണ്ട്. അത് അവർ നേരത്തെ തന്നെ തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കേസിൻ്റെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു.
കാരണം അത് വേറൊരു സിവിൽ ഒഫൻസാണ് എന്ന രീതിയിൽ അതിനെ കൈയൊഴിയാമായിരുന്നു. ഇന്ന് സ്റ്റേറ്റിൻ്റെ വിവിധ വിഭാഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് KSIDCയെ ഉപയോഗിച്ചുകൊണ്ട് ഈ കേസിനെല്ലാം തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ആ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതെല്ലാം എന്തിനു വേണ്ടിയാണ്? മകളുടെ പേരിൽ അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി. ആ അന്വേഷണം ഇപ്പോൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരു വഴിത്തിരിവാണ്. ഈ വഴിത്തിരിവിൻ്റെ ഘട്ടത്തിൽ ഇന്ന് MV ഗോവിന്ദൻ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ശ്രദ്ധാപൂർവം കേട്ടു. അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ളൂ, സബ്ജക്റ്റ് ടു കറക്ഷൻ. എനിക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. നമ്മൾ കേൾക്കുന്ന എല്ലാം എഴുതിക്ക വരുന്നതെല്ലാം ശരിയാവണമെന്നില്ല. അത് അവരുടെ കാര്യം അവർ നോക്കിക്കോട്ടെ എന്ന് പറയുമ്പോൾ CPMനോട് സാമാന്യ നിലയ്ക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പേരിൽ കളങ്കമുണ്ടായിരിക്കുന്നു. ആ കളങ്കിതനായ മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് നിന്ന് മാറിയാലും ഭൂരിപക്ഷം CPMനുണ്ടല്ലോ. അതാണ് EMS പണ്ട് 60കളിൽ 67 68 പറഞ്ഞത്. പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട്. പ്രിമാ ഫീസി എന്നുള്ളതിന് മലയാളം EMS ആണ് കണ്ടുപിടിച്ചത്. പ്രഥമ ദൃഷ്ട്യാ ഇതിൽ കുഴപ്പമുണ്ട്. അതുകൊണ്ട് പ്രഥമ ദൃഷ്ട്യാ കേസുള്ള ഈ വിഷയത്തിൽ നിന്നും പിണറായി വിജയൻ മാറി ഈ പ്രഥമ ദൃഷ്ട്യാ ഒരാൾക്കെതിരെ കേസ് വന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ രാജിവെക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് എവിടെയെങ്കിലും ഏതെങ്കിലും അധികാര സ്ഥാനത്ത് തുടരാൻ കഴിയുമോ? CP ജോൺ, ഇന്നാണ് ഇതേ ആദായ നികുതി വകുപ്പിന്റെ ട്രിബ്യൂണലാണല്ലോ ഇത്. സുപ്രീം കോടതി, ഇത് ഹൈക്കോടതിയുടെ വിധിയാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അല്ലല്ല, ആയിക്കോട്ടെ, അതിലേക്കൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ സ്ഥിതിയിലെ രാജ്യത്തെ രാഷ്ട്രീയ സ്ഥിതിയുടെ ഒരു ഭാഗമാണല്ലോ ഇന്നത്തെ ഈ പറയുന്ന എക്സാലോജിക്കും. ഇന്നിപ്പോ ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന്റെ അക്കൗണ്ട് മുഴുവനായി മരവിപ്പിച്ചു കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ. ഞാൻ പറയാം എക്സാലോജിക് വിഷയം ഒരു വ്യക്തി നടത്തുന്ന കമ്പനിക്കെതിരായിട്ടാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാപനങ്ങൾക്കെതിരെ നടത്തുന്ന അന്വേഷണം പോലെയല്ല. അതേപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിധി വളരെ വലിയ പ്രഹരമാണ് BJPക്ക് കിട്ടിയിട്ടുള്ളത്. അനിൽകുമാറിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പോൾ ഇൻകം ടാക്സ് ഗവൺമെൻറ് കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുന്നു, ED അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ വിഷയം അതല്ല. ഇവിടെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. നിങ്ങളുടെ മകളാണ്, നിങ്ങളുടെ കുടുംബാംഗമാണ്, അവരൊരു കമ്പനി നടത്തുകയാണ്. ആ കമ്പനി ഗവൺമെൻറ്റിന് കൂടി ഷെയറുള്ള കമ്പനിയിൽ നിന്ന് വലിയ തുക വാങ്ങിയിരിക്കുന്നു. ഞാൻ ആവർത്തിക്കുന്നു, ആ തുക അടച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ, തിരിച്ചടച്ചിരുന്നെങ്കിൽ ആ പ്രശ്നം വേറൊന്നാകുമായിരുന്നു. പക്ഷേ അടയ്ക്കാൻ തയ്യാറല്ല. Debate with MV Nikesh Kumar.